Hi everyone, good morning. Welcome to Ananda IAS Daily News Analysis. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനന്ത ക്രോണിക്കിൾസിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ചില ന്യൂസസ് ആണ്. ഓക്കെ, സോ ഈ പറയുന്ന അനന്ത ക്രോണിക്കിൾ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് കിട്ടുന്നതാണ്. പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള കണ്ടന്റുകൾ ഓർഗനൈസ്ഡ് ആയിട്ട് അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അനന്ത സ്പ്രിന്റ്, അനന്ത എഡ്ജ് എന്നിങ്ങനെ പറയുന്ന രണ്ട് ഇനീഷ്യേറ്റീവ്സ് അതിന്റെ PDF നിങ്ങൾക്ക് അനന്തയുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന MCQ ക്വസ്റ്റ്യൻസ്, ഓക്കെ, MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അനന്ത സ്പ്രിന്റിൽ കവർ ചെയ്യാറുണ്ട്. ഓക്കെ, ആ റെസ്പെക്റ്റീവ് ന്യൂസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന MCQ ക്വസ്റ്റ്യൻസ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രിന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഡെയിലി ഏറ്റവും മോസ്റ്റ് റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു കറണ്ട് അഫയേഴ്സ് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അനന്ത എഡ്ജില് ആ ഒരു മെയിൻസ് ക്വസ്റ്റ്യനും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ആൻഡ് എക്സ്പ്ലനേഷനും എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ പറയുന്ന മെറ്റീരിയൽസ് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഡിസ്കഷൻ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് Center awaits prospective names from the high courts to be appointed as ad hoc judges. ഇപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ad hoc judgesന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ഓക്കെ, സോ പലതവണ UPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ജഡ്ജസ് ഇൻ സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിൽ ഇൻ റീസെന്റ് ടൈംസ് ആയിട്ട് 2021 ചില കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി വിത്ത് റെസ്പെക്ട് ടു ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ദി ad hoc ജഡ്ജസ്. അത് വീണ്ടും 2025 ആയ സമയത്ത് അത് റിവോക്ക് ചെയ്തു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫാക്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് റീസെന്റ് ആയിട്ട് ജുഡീഷ്യറിയുടെ അപ്പോയിന്റ്മെന്റ്, നമുക്കറിയാം ജുഡീഷ്യറിയുടെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൊളീജിയൻ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് അത് ട്രാൻസ്പെറന്റ് അല്ല, അതൊരു ഒപ്പാക് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. പുറത്തു നിന്നുള്ള ഒരാൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അറിവ് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവില് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രിലിംസിനോ മെയിൻസിനോ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി സുപ്രീം കോടതി തന്നെ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഇൻ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നത് കൊണ്ട്. ഓക്കെ, സോ ad hoc ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഇൻ ടോട്ടൽ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻസ് ആൻഡ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പഠിച്ചു വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സുപ്രീം കോടതി വേർഡിക്റ്റ്, അതുപോലെ തന്നെ കമ്മീഷൻ ആൻഡ് കമ്മിറ്റി റിപ്പോർട്ട്, ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ഇഷ്യൂ എന്ന് പറയുന്നത് സുപ്രീം കോടതി ഓൺ January 30, 2025 അലൗഡ് ഹൈക്കോർട്ട് to appoint ad hoc judges to clear backlog over 18 lakh criminal cases. Okay, so 18 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.8 million ക്രിമിനൽ കേസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈക്കോർട്ടിൽ പെൻഡിങ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ടോട്ടൽ ആയിട്ട് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5 crore കേസസ് എന്ത് ചെയ്യുന്നുണ്ട്, പെൻഡിങ് ആണ്. ഓക്കെ, നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് റിപ്പോർട്ട് പ്രകാരം ഓൾമോസ്റ്റ് 5 crore കേസസ് എന്ത് ചെയ്യുന്നുണ്ട്, പെൻഡിങ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസസ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ലോവർ കോർട്ടിലാണ്, പിന്നീട് ഏറ്റവും കൂടുതൽ ഹൈക്കോർട്ടിലാണ്, പിന്നീട് ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിലേക്കാണ്. അപ്പൊ നമ്മൾ ഹൈക്കോർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 6 million കേസസ് എന്താണ്, പെൻഡിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ലക്ഷം കേസുകൾ പെൻഡിങ് ആണ്. അതിൽ 1.8 million, അതായത് 18 ലക്ഷം കേസസ് ക്രിമിനൽ കേസസ് ആണ്. ഓക്കെ, സോ അത്രത്തോളം കേസ് പെൻഡിങ് ഉണ്ട്. അപ്പം ദിസ് ഇസ് ലീഡിങ് ടു, ഓക്കെ, ഇത്തരം പെൻഡൻസി ഇസ് ലീഡിങ് ടു ഡിലൈഡ് ജസ്റ്റിസ് ആൻഡ് ഡിനൈഡ് ജസ്റ്റിസ്. Okay, justice is being delayed, therefore the justice is being denied. Okay, so it's leading to backlog. അപ്പൊ ഇത്തരത്തിലുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട്സ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. Then ad hoc judges cannot exceed 10% of the high court's sanction strength. Okay, so ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റീസെന്റ് സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുണ്ട്. Okay, so ad hoc judges cannot exceed 10% of a high court's sanction strength. കാരണം എന്താണ്, ad hoc ജഡ്ജസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് മെക്കാനിസം അല്ല. ഓക്കെ, ഒരു പ്രോപ്പർ ജുഡീഷ്യൽ അല്ലെങ്കിൽ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് മെക്കാനിസം അല്ല. റിട്ടയർഡ് ജഡ്ജസിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോയിന്റ് ചെയ്യാണ്. അപ്പം ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ തന്നെയാണ്. ബട്ട് ബിക്കോസ് ഓഫ് ദ ഡോക്ട്രൈൻ ഓഫ് നെസസിറ്റി, ഓക്കെ, ഡോക്ട്രൈൻ ഓഫ് നെസസിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് നെസസിറ്റി, അതായത് ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്,
അതിനെ മറികടന്നുകൊണ്ട് അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സുപ്രീം കോടതി അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജസ് ഇവരുടെ റിട്ടയർമെന്റ് ഏജ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സുപ്രീം കോടതി അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഈ രണ്ട് ജഡ്ജസിന്റെയും എക്സാക്ട് റിട്ടയർമെന്റ് ഏജ് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം ഈ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസിനെയാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അതിന് പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് നെസസിറ്റി ഓർ ഡോക്ട്രൈൻ ഓഫ് നെസസിറ്റി ആണ്. ഓക്കെ, despite Supreme Court's clearance, the government is still awaiting proposals from High Court for an ad hoc appointment. അപ്പൊ ഇവിടെ എന്ത് വരുന്നുണ്ട്, അപ്പോയിന്റ്മെന്റിൽ ഒരു ഡിലേ വരുന്നുണ്ട്. സോ വൈ ദർ ഇസ് ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം എന്താണ്, ദാറ്റ് ഇസ് despite സുപ്രീം കോടതി അതിന് ക്ലിയറൻസ് കൊടുത്തു, ബട്ട് ദ ഗവൺമെന്റ് ഇസ് സ്റ്റിൽ അവൈറ്റിംഗ് പ്രപ്പോസൽസ് ഫ്രം ദ ഹൈക്കോർട്ട്. ഹൈക്കോടതികൾ എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റിന് പ്രപ്പോസൽ കൊടുക്കുന്നില്ല. ഓക്കെ, സോ ഹൈക്കോടതികൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഗവൺമെന്റിന് പ്രപ്പോസൽ കൊടുക്കും. ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ പ്രപ്പോസൽസ് പരിഗണിച്ചിട്ട് അത് സുപ്രീം കോടതിക്ക് കൊടുക്കും. സുപ്രീം കോടതി എന്ത് ചെയ്യും, കൊളീജിയമായിട്ട് ചേർന്നിട്ട് അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രസിഡന്റിന് കൊടുക്കും. പ്രസിഡന്റിന്റെ ഫൈനൽ അപ്രൂവലാണ് അഡ്ഹോക് ജഡ്ജസ് അപ്പോയിന്റഡ് ആവുന്നത്. അപ്പം ഹു അപ്പോയിന്റ്സ് അഡ്ഹോക് ജഡ്ജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് പ്രസിഡന്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഹൈക്കോടതി ജഡ്ജസ് അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജസ് ഇതൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ദ സെയിം വേ അഡ്ഹോക് ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇതൊരു ലോങ് പ്രോസസ് ആണ്. ഹൈക്കോടതിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഗവൺമെന്റിന് കിട്ടണം, ഗവൺമെന്റിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകണം, സുപ്രീം കോടതിയിൽ നിന്ന് അത് എന്ത് ചെയ്യണം, പ്രസിഡന്റിലേക്ക് എത്തണം, എന്നതിന് ശേഷം അപ്പോയിന്റ്മെന്റ് നടക്കുള്ളൂ. സോ ഇറ്റ് ഈസ് ലീഡിങ് ടു ഡിലേ. ഓക്കെ, സോ ഡിലേയുടെ കാരണം നമ്മൾ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസ് ആൻസറിലേക്ക് വരുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഒന്ന് ഓർത്ത് വെക്കണം. ആർട്ടിക്കിൾ 224. ഓക്കെ, സോ ആർട്ടിക്കിൾ 224 of the Constitution permit appointment of the retired High Court judges as ad hoc judges to address the case pendency. Okay, so the case pendency എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക് ആണ്. ഓക്കെ, നമ്മൾ ജുഡീഷ്യറിയുടെ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു തീം ആണ് എന്തെന്ന് പറയുന്നത് കേസ് പെൻഡൻസി എന്ന് പറയുന്നത്. അതായത് എഫിഷ്യൻസി ഓഫ് ദി കോർട്ട് സിസ്റ്റം, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിന്റെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു തീമാണ് കേസ് പെൻഡൻസി എന്ന് പറയുന്നത്. അടുത്തത് അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ. എങ്ങനെയാണ് ഈ പറയുന്ന അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് സിമിലർ ടു റെഗുലർ ജഡ്ജസ് എക്സെപ്റ്റ് പ്രസിഡന്റ്സ് അസെന്റ് ഇസ് റിക്വയർഡ് ഇൻസ്റ്റെഡ് ഓഫ് സൈൻ വാറന്റ്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, പ്രസിഡന്റിന്റെ അസെന്റ് മാത്രം മതി ഇൻസ്റ്റെഡ് ഓഫ് എ സൈൻ വാറന്റ്. ബട്ട് നമ്മൾ സാധാരണ ഹൈക്കോടതി ജഡ്ജസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സൈൻഡ് വാറന്റ് വേണം. ബട്ട് ഇവിടെ ജസ്റ്റ് ഒരു അസെന്റ് മതി, സമ്മതം മാത്രം മതി എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്തു വെക്കുക. വാട്ട് ഇസ് ദ ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, then High Court's Collegium recommends the candidates, then Law Minister of the state evaluates it, and they send this to the Supreme Court Collegium, and the Supreme Court Collegium gives this final approval, and they send this to the President for the appointment or to the assent, and when the President gives the assent, the judge is finally appointed. അപ്പോൾ ഒരു പ്രൊസീജിയറും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. Then why we need ad hoc judges? Okay, ഇങ്ങനെ റിട്ടയർ ആയി പോയിട്ടുള്ള ജഡ്ജസിനെ വീണ്ടും നമുക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മാസീവ് കേസ് ബാക്ക്ലോഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൾമോസ്റ്റ് 60 lakh കേസസ് പെൻഡിങ് ആണ്, അതായത് 6 million കേസസ് പെൻഡിങ് ആണ്. അതിൽ 18 അല്ലെങ്കിൽ 1.8 million കേസസ് എന്ന് പറയുന്നത് ക്രിമിനൽ നേച്ചറിലുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട കേസുകളാണ്. ദെൻ ഡിലേ ഇൻ ജസ്റ്റിസ് ഡെലിവറി. ഈ പെൻഡൻസി ഈസ് ലീഡിങ് ടു, ഇത്തരത്തിലെ കേസുകൾ പെൻഡിങ് ആയിട്ട് കെട്ടിക്കിടക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലൊരു ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഡെലിവറിയിൽ ഒരു ഡിലേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ലീഡ് ടു പ്രൊലോങ്ഡ് ലീഗൽ പ്രൊസീഡിങ്സ്. ലീഗൽ പ്രൊസീഡിങ്സ് ഒരുപാട് എക്സ്റ്റെൻഡഡ് ആയി പോകുന്നുണ്ട്. കാരണം എന്താണ്, അതായത് നമുക്കറിയാം പലപ്പോഴും ഒരു കോർട്ട് വെർഡിക്റ്റിന് വേണ്ടിയിട്ട് ചിലപ്പം സിംഗിൾ ജഡ്ജ് ബെഞ്ചസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം ജഡ്ജസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കേസുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മൾട്ടി ജഡ്ജ് ബെഞ്ച് ആയിരിക്കും ഉണ്ടാവുക, 2ഓ അതിലധികമോ ജഡ്ജസ് വേണം. പക്ഷെ ഒരുപാട് കേസസ് ഉള്ളത് കൊണ്ട് പലപ്പോഴും സിംഗിൾ ജഡ്ജ് ബെഞ്ചസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് 2ഓ 3ഓ ജഡ്ജസ് വെച്ചിട്ട് ഒരു കേസ് വാദിക്കുന്ന അല്ലെങ്കിൽ കേസ് കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ ജഡ്ജസിനെ നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യും, കേസ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു ഡേറ്റിലേക്ക് നീക്കി വെക്കും. നിങ്ങൾ പലപ്പോഴും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ കേസ് എന്ത് ചെയ്തു, അടുത്തൊരു ഡേറ്റിലേക്ക് നീക്കി വെച്ചു. അവിടെയും നമുക്ക് ജഡ്ജസ് അവൈലബിൾ ആയിരിക്കില്ല, അപ്പൊ വീണ്ടും നമ്മൾ അത് നീക്കി വെക്കും. അങ്ങനെ ഈ കേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിലേ ആയിട്ട് പോകുന്നുണ്ട്, ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അടുത്തത് എക്സിസ്റ്റിംഗ് ജഡ്ജ് വാക്കൻസീസ്. ഓൾറെഡി എന്താണ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്
ഡിഫറെന്റ് ലെവൽസിൽ വേക്കൻസീസ് അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇൻ ടോട്ടൽ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 28% വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ റിപ്പോർട്ടഡ് ആണ്. ഓക്കെ, മെനി ഹൈക്കോർട്ട്സ് ഹാവ് ഹൈ വാക്കൻസി റേറ്റ് എഫക്റ്റിംഗ് കേസ് ഡിസ്പോസൽ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ഫിഗർ ആണ്. ബട്ട് സ്റ്റേറ്റ് വൈസ് ഈ പറയുന്ന വാക്കൻസി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള വേക്കൻസി ആയിരിക്കില്ല ഹരിയാനയിൽ ഉണ്ടാവുന്നത്, രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ഓൺ ആൻ ആവറേജ് ഓൾമോസ്റ്റ് 28% എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസി റിപ്പോർട്ടഡ് ആണ്. ഓക്കെ, ആസ് പെർ 2023. അപ്പൊ ഏത് ഇയർ ആണ് എന്നുള്ളത് കൂടെ നിങ്ങൾ നോക്കണം. ലേറ്റസ്റ്റ് ഡാറ്റ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ എൻഹാൻസിങ് ജുഡീഷ്യൽ എഫിഷ്യൻസി, ജുഡീഷ്യറിയുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഡെഫിനറ്റ്ലി പെൻഡൻസി അതുപോലെ തന്നെ ഡിലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും എഫിഷ്യൻസിയെ അത് ബാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഡിലേ അല്ലെങ്കിൽ വേക്കൻസി ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിൽ അഡ്ഹോക്ക് അപ്പോയിന്റ്മെന്റിലേക്ക് പോകാവുന്നതാണ്. ദാറ്റ് ലീഡ് ടു ക്വിക്ക് ഡിസ്പോസൽ ഓഫ് ദ പെൻഡിങ് അപ്പീൽസ് ഓർ ദ കേസസ്. അടുത്തത് സുപ്രീം കോർട്ട്സ് റൂളിംഗ് ആൻഡ് ദ റിലാക്സേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത് വൈ ദിസ് ടോപ്പിക് ബിക്കം റെലവെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് സുപ്രീം കോർട്ട്സ് റൂളിംഗ് ആൻഡ് ദ റിലാക്സേഷൻ. സോ സുപ്രീം കോടതി 2021 they told or they proposed this condition for the ad hoc appointment that were relaxed in 2021. അപ്പൊ 2021 സുപ്രീം കോടതി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്, ചില നിബന്ധനകളുണ്ട്. അത് 2025 ആയ സമയത്ത് എന്ത് ചെയ്തു സുപ്രീം കോടതി അത് പിൻവലിച്ചു. ഓക്കെ, അടുത്തത് കീ റിലാക്സേഷൻ. എന്തെല്ലാം റിലാക്സേഷൻസ് ആണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്? സോ ഏർലിയർ കണ്ടീഷൻ ദാറ്റ് വാക്കൻസി മസ്റ്റ് എക്സീഡ് 20%. ഞാൻ ഓൾറെഡി പറഞ്ഞു ആവറേജ് വാക്കൻസി എന്ന് പറയുന്നത് 28% എന്നുള്ളത് പറഞ്ഞു. അപ്പം ഈ 20%-ൽ കൂടുതൽ വാക്കൻസി ഉണ്ടെങ്കിൽ ഒരു ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് വൈസ് ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ആയിരിക്കണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഹരിയാനയിൽ 20%-ൽ കൂടുതൽ വാക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം ഈ പറയുന്ന അഡ്ഹോക്ക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാം. നേരെ മറിച്ച് കേരളത്തിൽ 18% ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 20% കൂടുതൽ വാക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അഡ്ഹോക്ക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓഫ് സാങ്ഷൻ സ്ട്രെങ്ത് ഫോർ അഡ്ഹോക്ക് അപ്പോയിന്റ്മെന്റ്സ് ദാറ്റ് ഇസ് നൗ സ്റ്റാൻഡ് സസ്പെൻഡഡ്. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് ഹൈക്കോർട്ട്സ് ക്യാൻ അപ്പോയിന്റ് 2 to 5 അഡ്ഹോക്ക് ജഡ്ജസ് നോട്ട് എക്സീഡിംഗ് 10% ഓഫ് ദ ടോട്ടൽ സാങ്ഷൻ സ്ട്രെങ്ത്. ഓക്കെ, 2 മുതൽ 5 വരെ അഡ്ഹോക്ക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാം. That shouldn't exceed 10% of the total sanction strength. ഓക്കെ, സോ ഇങ്ങനെ 2 കണ്ടീഷൻസ് ഉണ്ട്. അതിനാണ് കീ റിലാക്സേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് അപ്പോയിന്റ്മെന്റ് പ്രോസസ് ഓഫ് ദി അഡ്ഹോക്ക് ജഡ്ജസ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഹൈക്കോർട്ട് കൊളീജിയം എന്ത് ചെയ്യുന്നുണ്ട് ചീഫ് ജസ്റ്റിസിന് റെക്കമെൻഡേഷൻ കൊടുക്കും. ചീഫ് ജസ്റ്റിസ് അത് ലോ മിനിസ്റ്റർക്ക് പാസ് ചെയ്യും. ലോ മിനിസ്റ്റർ അത് എന്ത് ചെയ്യും സുപ്രീം കോടതി കൊളീജിയത്തിലേക്ക് പാസ് ചെയ്യും. സുപ്രീം കോടതി കൊളീജിയം അത് എന്ത് ചെയ്യും പ്രസിഡന്റിന് പാസ് ചെയ്യും. അങ്ങനെയാണ് ഫൈനൽ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. And what are the responsibilities of the ad hoc judges? സോ ഒരു ജഡ്ജ് ഒരു റിട്ടയർഡ് ജഡ്ജ് വീണ്ടും അഡ്ഹോക്ക് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ he is being considered equivalent to the normal high court judges. അപ്പൊ പവേഴ്സ് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടി സാലറി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എന്ത് ചെയ്യുന്നില്ല ഡിഫറൻസ് വരുന്നില്ല എന്നത് ഓർക്കുക. Then work under a sitting of the high court judge in judicial bench. Then primarily focuses on deciding criminal appeals. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്ലി നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ വിധി പറയേണ്ട കേസുകൾ എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ഇത്തരത്തിലുള്ള അഡ്ഹോക്ക് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസസിലേക്കായിരിക്കും. അടുത്തത് ഡു നോട്ട് റീപ്ലേസ് റെഗുലർ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, റെഗുലർ അപ്പോയിന്റ്മെന്റ് അതായത് അഡ്ഹോക്ക് ആയിട്ട് നമുക്ക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ടെമ്പററി മെഷർ. ഓക്കെ, ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന സമയത്ത് അഡ്ഹോക്ക് ജഡ്ജസിന് നമുക്ക് പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം പുറത്താക്കാം. കാരണം അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ ബൈ വാറന്റ്, ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് ബൈ വാറന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജസിനെ പിരിച്ചുവിടണം എന്നുണ്ടെങ്കിൽ ലെജിസ്ലേച്ചർ വിചാരിക്കണം. ഓക്കെ, ലെജിസ്ലേച്ചർ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് മോഷൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ബില്ല് പാസ്സാക്കുന്ന പോലെ അവർ അതിന് വേണ്ടിയിട്ട് മോഷൻ പാസ്സാക്കിയാൽ മാത്രമേ ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബട്ട് അഡ്ഹോക്ക് ജഡ്ജസിന് എന്ത് ചെയ്യാം ഒരു അസന്റിന്റെ ബേസിൽ മാത്രം അപ്പോയിന്റ് ചെയ്തത് കൊണ്ട്
ഈ പറയുന്ന ഒരു പ്രൊസീജിയർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഈ പറയുന്ന വാക്കൻസി ഫിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, ഡിഫറൻസ് ആണ്. Then, what are the challenges and the concerns? Lack of high court recommendation എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഡിലേ വരുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഹൈക്കോർട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്തിന്, ഈ അഡ്ഹോക് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, now proposals have been sent by high courts yet. അപ്പൊ അതൊരു ഡിലേ ആയിട്ട് വരുന്നുണ്ട്. Then delay in appointment process because അതൊരു പ്രൊലോങ്ഡ് പ്രോസസ് ആണ്. ഓക്കെ, ഓരോ സ്റ്റേജിലും അതിന്റെ അപ്രൂവൽ കിട്ടി ഫൈനൽ ആയിട്ട് പ്രസിഡന്റിന്റെ അസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു അപ്പോയിന്റ്മെന്റ് വരുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് എ പ്രൊലോങ്ഡ് പ്രോസസ് ദാറ്റ് ഈസ് ലീഡിങ് ടു ഡിലേ. Then ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിന് റിഗാർഡിംഗ് കൺസേൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്ഹോക് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിലേക്ക് കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ലോ മിനിസ്റ്റർ വരുന്നുണ്ട്. ദെൻ പിന്നീട് ആര് വരുന്നുണ്ട്? സുപ്രീം കോടതി കൊളീജിയം വരുന്നുണ്ട്, പ്രസിഡന്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു അപ്പോയിന്റ്മെന്റിൽ ചീഫ് മിനിസ്റ്റർ അതുപോലെ തന്നെ ലോ മിനിസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ ലൈക്ക് പ്രസിഡന്റ്സ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എക്സിക്യൂട്ടീവിന്റെ റോള് കൂടുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നൊരു കൺസേൺ വരുന്നുണ്ട്. അപ്പൊ അത് സെപ്പറേഷൻ ഓഫ് പവറിന്റെ വയലേഷനും ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന്റെ വയലേഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ലീഡിങ് ടു റിസ്ക് ഓഫ് എക്സിക്യൂട്ടീവ് ഇൻഫ്ലുവൻസ് ഓവർ ദി ടെമ്പററി അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഒരു റെഗുലർ അപ്പോയിന്റ്മെന്റിന് പകരം ഇത്തരത്തിൽ എക്സിക്യൂട്ടീവിന്റെ ഇൻവോൾവ്മെന്റോട് കൂടിയിട്ട് ടെമ്പററി അപ്പോയിന്റ്മെന്റ് മാത്രം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. Then limited historical precedents. So rarely used provision, only one significant past instance of ad hoc high court judge. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടില്ല, അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ലൈക്ക് അതായത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില കേസിന്റെ വേർഡിക്സ് പറയാൻ വേണ്ടിയിട്ട് അവിടെ വാക്കൻസി വരുന്ന സമയത്ത് ഒരു ഇൻസ്റ്റൻസിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെന്തല്ല, നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രസിഡൻസ് അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പാർലമെന്ററി സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ഇതുവരെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അല്ലെങ്കിൽ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം അത് നമുക്കൊരു കൺസേൺ ആണ്. അടുത്തത് ജെൻഡർ ഡിസ്പാരിറ്റി. ഓൾറെഡി UPSC ഇതിനെ കുറിച്ചിട്ട് മെയിൻസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ 11%, 8%, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, വുമൺ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വുമൺ റെപ്രസെന്റേഷൻ ഓഫ് ദി ജഡ്ജസ് എന്ന് പറയുന്നത് ഇത്രത്തോളം ലോ ആണ്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഫീൽഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഗവൺമെന്റ് സെക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ജുഡീഷ്യറി ഈസ് വൺ ഏരിയ വേർ ദ വുമൺ റെപ്രസെന്റേഷൻ ഇസ് ദ ലോവസ്റ്റ്. Okay, so there exists this gender disparity. Only in 14 to 17% of the Karnataka High Court judges are women, indicating lack of representation. Okay, even Supreme Court കേസിലേക്ക് വരുന്ന സമയത്ത് that is even lower. Okay, so almost like 11% ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയുടെ വുമൺ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ പ്രിലിംസ് ഫോക്കസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 224 നന്നായിട്ടൊന്ന് റീഡ് ചെയ്യണം. അതായത് ആർട്ടിക്കിൾ ഇറ്റ് സെൽഫ് യു ഹാവ് ടു റീഡ്. ഓക്കെ, ഇതിനടുത്തത് ആരാണ് അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. സാങ്ഷൻ സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള റിലാക്സേഷൻസ് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് 20% വാക്കൻസി വരണം എന്നുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ അപ്പോയിന്റ്മെന്റ് 10% കൂടുതൽ കൂടാൻ പാടില്ല. 2 to 5 ജഡ്ജസ് മാത്രമേ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ചില ലിമിറ്റേഷൻസിൽ കൊണ്ടുവന്നിട്ടുള്ള റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ദെൻ ബെഞ്ച് കോമ്പോസിഷൻ. അഡ്ഹോക് ജഡ്ജസിന് ഒരു റെഗുലർ ഹൈക്കോടതി ജഡ്ജി പോലെ പെരുമാറാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്ന് നോക്കണം. ദെൻ കണ്ടീഷൻ സസ്പെൻഡഡ് ഓൾറെഡി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ദെൻ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് റൂളിംഗ്. ഇത്തരത്തിലൊരു ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് റൂളിംഗ് 2021 ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നു. അതിന് 2025 എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഓക്കെ, ദെൻ മെയിൻസ് ഫോക്കസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ജുഡീഷ്യൽ പെൻഡൻസി ഇൻ ഇന്ത്യ. ഓക്കെ, അത് ഹൈക്കോടതിയിലുള്ളത്, സുപ്രീം കോടതിയിലുള്ളത്, ലോവർ കോടതിയിലുള്ളത്, ഇത്തരം പെൻഡൻസി അതിന്റെ ഡാറ്റ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ദെൻ ജുഡീഷ്യൽ റീഫോംസ് നമ്മൾ എന്തെല്ലാം കൊണ്ടുവരണം, എഫിഷ്യൻസി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, ടു റെഡ്യൂസ് ദ ബാക്ക്ലോഗ് ആൻഡ് ടു ഫാസ്റ്റർ ദ കേസ് ഡിസ്പോസൽ. അതിന് വേണ്ടിയിട്ട് എന്ത് മെഷേഴ്സ് കൊണ്ടുവരണം എന്നുള്ളതിനെ ഡിസ്കസ് ചെയ്യണം. ദെൻ അഡ്ഹോക് ജഡ്ജസ് വർക്ക് അണ്ടർ റെഗുലർ. ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് കൺസേൺസ് ഓവർ ടെമ്പററി അപ്പോയിന്റ്മെന്റ്. ഓക്കെ, കാരണം ഒരു അഡ്ഹോക് ജഡ്ജ് എന്തല്ല ഒരു പെർമനന്റ്, അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. ജുഡീഷ്യറീസിലെ അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലുള്ള വാക്കൻസി അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡ്ഹോക് ജഡ്ജസിനെ കൊണ്ടുവരുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പെർമനന്റ് സൊല്യൂഷൻ. ഓക്കെ, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പിന്നെ ഒരു കൺസേൺ ആണ് എക്സിക്യൂട്ടീവിന്റെ ഇൻക്രീസിംഗ് റോൾ. അടുത്തത് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ ജുഡീഷ്യറി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടത്.
പിന്നെ ഡെഫിനറ്റ്ലി ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾ അതും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഹൈലി റെലവെന്റ് ആണ്. നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഇ കോർട്ട് പ്രൊജക്ട് ആണ്. ഓക്കെ, സോ ഇ കോർട്ട് പ്രൊജക്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ടു ഡിജിറ്റൈസ് ദ കോർട്ട് റെക്കോർഡ്സ് ആൻഡ് ടു പ്രൊമോട്ട് ദ വിർച്വൽ ഹിയറിംഗ്. ഓക്കെ, വിർച്വൽ ഹിയറിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൈസേഷൻ ഓഫ് ദ കോർട്ട് റെക്കോർഡ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ വിൽ ബിക്കംസ് മോർ ഈസി. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ദ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ കോർട്ട് പ്രൊസീഡിങ്സ് വിൽ ബിക്കം ആക്സസിബിൾ. കാരണം എന്താണ്, വിർച്വൽ ഹിയറിംഗ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു റേപ്പ് വിക്ടിം ഉണ്ട്. ഓക്കെ, ഈ റേപ്പ് വിക്ടിമിനെ ജുഡീഷ്യറിയിൽ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പബ്ലിക് മീഡിയ ഇതൊക്കെ എന്ത് ചെയ്യും, ഇവരുടെ ഒരു പ്രൈവസി കൺസേൺ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റേപ്പ് വിക്ടിമിനെ എന്ത് ചെയ്യാം, വിർച്വൽ ഹിയറിംഗിലൂടെ കോടതിയിൽ എന്ത് ചെയ്യാം, ഹാജരാവാം, അവരുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ ഹൈക്കോടതിക്ക് അതൊരു ക്ലോസ്ഡ് ചേംബറിൽ ഇരുന്നു കൊണ്ട് ആ വിർച്വൽ ഹിയറിംഗ് കേൾക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി അവരുടെ ഒരു പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിനടുത്തത് നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, റിയൽ ടൈം ട്രാക്കിംഗ് ഓഫ് ദ പെൻഡിങ് കേസസ് ഫോർ ബെറ്റർ റിസോഴ്സ് അലോക്കേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഓൾമോസ്റ്റ് 5 crore കേസസ് ഇന്ത്യയിൽ പെൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 6 million കേസസ് ഹൈക്കോടതിയിൽ പെൻഡിങ് ആണ് പറഞ്ഞത്. അതിൽ 1.8 million കേസസ് എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ളതാണ്. ഓൾമോസ്റ്റ് 70,000 കേസസ് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. ഓക്കെ, ദെൻ 4.2 million എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് 4 കോടി കേസസ് എന്ത് ചെയ്യുന്നുണ്ട്, 42 million. ഓക്കെ, സോ 42 million ഓർ ലൈക്ക് 4 crore കേസസ് എന്ത് ചെയ്യുന്നുണ്ട്, മോർ ദാൻ 4 crore കേസസ് അവിടെ പെൻഡിങ് ആണ്, നമ്മുടെ ലോവർ കോർട്ടിൽ പെൻഡിങ് ആണ്. അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 5 crore കേസസ് എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ പെൻഡിങ്ങിൽ വരുന്നുണ്ട്. ഡാറ്റ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്, നമ്മൾ ഡിഫറെന്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ എന്ത് ചെയ്യാറുണ്ട്, സെറ്റപ്പ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് MLA ഓർ MP ഇവരുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ MLA ഓർ MPs ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാർജസ്, ഓക്കെ, ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലെ ഹിയറിംഗ്സ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സെറ്റപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് ഗ്രാം ന്യായാലയാസ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പെൻഡൻസി ഓൾമോസ്റ്റ് 4 കോടിയിലധികം പെൻഡൻസി വരുന്നത് എവിടെയാണ്, അറ്റ് ദ ലോവർ ലെവലിലാണ്. അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാം ന്യായാലയസ് പ്രൊമോട്ട് ചെയ്യാം അറ്റ് ദ പഞ്ചായത്ത് ലെവൽ. അതിനടുത്തത് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്. ഇത് മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, ഓക്കെ, മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതിനടുത്തത് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത്, എക്സ്പെഡീറ്റ് ഹൈക്കോടതി പ്രപ്പോസൽ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചെയ്യണം, പെട്ടെന്ന് എന്ത് ചെയ്യണം, ഹൈക്കോടതികൾ അഡ്ഹോക് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിലേ വരുന്നത്. ദെൻ അൻഷ്യൂർ അഡ്ഹോക് ജഡ്ജസ് ലൈക്ക് കോംപ്ലിമെന്റ്സ് റെഗുലർ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്. ഒരിക്കലും റെഗുലർ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റിനെ എന്ത് ചെയ്യരുത്, അണ്ടർമൈൻ ചെയ്തുകൊണ്ടായിരിക്കരുത് ഇത്തരത്തിലുള്ള അഡ്ഹോക് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പാൻഡ് ഇ കോർട്ട് ആൻഡ് AI ബേസ്ഡ് കേസ് മാനേജ്മെന്റ്. ഓക്കെ, ഇ കോർട്ട്സ് എക്സ്പാൻഡ് ചെയ്യണം, അതുപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള കേസ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. Then address judicial vacancies through all India judicial service implementation. Then encourage gender diversity. Gender diversity promote ചെയ്യണം. More women representation and participation നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. That will lead to more inclusive justice system. Okay. So അനന്ത IAS എന്ത് ചെയ്യുന്നുണ്ട്, തൃശ്ശൂർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സിവിൽ സർവീസ് പരിശീലനം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള മെന്റേഴ്സ്, മെയിൻസ് അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള മെന്റേഴ്സിന്റെ സഹായം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൃശ്ശൂർ തന്നെ ഇപ്പം അവൈലബിൾ ആണ്. അതുപോലെ 24/7 റീഡിംഗ് റൂം ബോത്ത് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ്. 24/7 വളരെ വിശാലമായിട്ടുള്ള റീഡിംഗ് റൂം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൗജന്യമായിട്ട് വൈഫൈ, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് ഇതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇനി ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് താമസവും ഭക്ഷണവും ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ട് വളരെ കാമായിട്ട് ഒരു ക്വയറ്റ് എൻവിറോൺമെന്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന് തന്നെ അനന്ത IAS സംഘടിപ്പിക്കുന്ന ഈ ഒരു സൗജന്യ സിവിൽ സർവീസ് പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം.
അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഡസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്റ്റേറ്റ്സ് അബൌട്ട് ദ ലാംഗ്വേജസ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പഠിക്കാറുണ്ട് ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഇന്ത്യയിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൾച്ചറൽ റിച്ച്നെസ് ആണ്. എന്നാൽ അതേ സമയം തന്നെ എന്ത് ചെയ്യാറുണ്ട്, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടിയും കൂടിയാണ്. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് ഡിഫറെന്റ് സ്റ്റേറ്റുകളിൽ ഡിഫറെന്റ് പ്രദേശത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അപ്പൊ ഒരു കോമൺ ലാംഗ്വേജ് നമ്മളെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻസ് ഒക്കെ വന്ന സമയത്ത് പോലും അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, സ്റ്റേറ്റിനെ ലാംഗ്വേജിന്റെ ബേസിൽ റീഓർഗനൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഇറ്റ് ഈസ് ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, സോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. UPSC ഓൾറെഡി ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ബട്ട് സ്റ്റിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ അപ്കമിങ് ഇയേഴ്സിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഇറ്റ് എംഫസൈസ് ഓൺ ദി മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ ബൈ പ്രൊമോട്ടിംഗ് മദർ ടങ് ആൻഡ് ദ ലോക്കൽ ലാംഗ്വേജസ്. ഓക്കെ, മദർ ടങ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ടിൽ ദ ഏജ് ഓഫ് ഓർ ലൈക്ക് ടിൽ ദ ഗ്രേഡ് ഓഫ് 5th എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം വയസ്സ് വരെ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ എത്തുന്നത് വരെ. ബട്ട് പ്രിഫറബിളി ടിൽ ഗ്രേഡ് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഇയേഴ്സ് ആകുന്നത് വരെ, 6 to 14 ഇയേഴ്സ്. ഓക്കെ, അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ ദി മദർ ടങ് എന്നുള്ള ഒരു ഒപ്പീനിയൻ ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ടേക്ക് വെക്കുന്നത്. ബട്ട് ഇതിലെ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രപ്പോസൽ എന്ന് പറയുന്നത് 3 ലാംഗ്വേജ് ഫോർമുലയാണ്. ഓക്കെ, സോ അതായത് ചില സംസ്ഥാനങ്ങൾ ഇത് ഹിന്ദി ലാംഗ്വേജ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് മുകളിൽ ഇമ്പോസ് ചെയ്യുന്നതിനുള്ള ഒരു നീക്കമാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആരോപിക്കുന്നുണ്ട്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു ആരോപണം ഈ 3 ലാംഗ്വേജ് ഫോർമുല പ്രപ്പോസലിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. Then it to retain with greater flexibility, ensuring no languages imposed on the state. അപ്പോൾ ഇതെന്തല്ല, ഒരു കമ്പൽസറി പ്രൊവിഷൻ അല്ല, ബട്ട് ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൾച്ചറൽ മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് എന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. Then 8th All India School Education Survey reveals a decline in number of schools using mother tongue as a medium of instruction. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ മദർ ടങ് എന്ന് പറയുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ആ ഒരു നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയാണ് ഇതെന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വാട്ട് ആർ ദ ത്രെഡ്സ് ടു ദ ഡൈവേഴ്സിറ്റി, ഡൈവേഴ്സിറ്റിക്കുള്ള ത്രെഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്കറിയാം ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്, ന്യൂ ടെക്നോളജീസ് ലൈക്ക് AI ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരം ടെക്നോളജിയായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വെർണാക്കുലർ ലാംഗ്വേജസ് ഡിക്ലൈൻ ചെയ്യുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ അതേസമയം തന്നെ പുതിയ AI ടെക്നോളജീസ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതായത് ഞാൻ പറയുന്ന മലയാളത്തിന് നമുക്കൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ ഈവൻ നമ്മുടെ മൊബൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് തമിഴിലേക്കോ ഹിന്ദിയിലേക്കോ കന്നഡത്തിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ എനിക്കൊരു ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഈ ഒരു AI ടെക്നോളജി എന്ത് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചില ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ ഉണ്ട്. അപ്പൊ 2 പെർസ്പെക്ടീവ്സും 2 ഡയമെൻഷൻസും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഒരു ആൻസർ വരേണ്ടത്. Then implementation challenges remains including teacher availability and resistance from certain changes. അപ്പം ഈ പറയുന്ന രൂപത്തിൽ ഒരു ലാംഗ്വേജ് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ മൂന്നാമതൊരു ലാംഗ്വേജ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, സോ വാട്ട് ആർ ദ കീ പ്രൊവിഷൻസ് ഓഫ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? ഫസ്റ്റ് ഓഫ് ഓൾ ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ് തന്നെയായിരിക്കണം എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 6 to 14 ഇയേഴ്സ് 6 to 14 ഇയേഴ്സ് ഏജിൽ മദർ ടങ്ങിൽ തന്നെയായിരിക്കണം അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റെക്കമെൻഡ്സ് അപ് ടു ലൈക്ക് 8th ഗ്രേഡ് അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ, ബിക്കോസ് ചിൽഡ്രൻ ഗ്രാസ്പ് കൺസെപ്റ്റ്സ് ബെറ്റർ വിത്ത് റെസ്പെക്ട് ടു വെർണാക്കുലർ ലാംഗ്വേജ്. അപ്പം അവരുടെ മാതൃഭാഷയിൽ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ ഗ്രാസ്പ് ചെയ്യുന്നതും റിട്ടൈൻ ചെയ്യുന്നതും
അതായത് അവർ പഠിക്കുന്നതും അതുപോലെ തന്നെ അത് ഓർത്ത് വെക്കുന്നതിനുമുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തെളിയിക്കുന്നുണ്ട്. ഓക്കെ, സോ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. അതായത് 7 times ഹയർ റിട്ടൻഷൻ ഉണ്ടായിരിക്കും എന്ന് മഹാത്മാഗാന്ധി ഇതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത്, ഹോം ഓർ ലോക്കൽ ലാംഗ്വേജ് ഷുഡ് കണ്ടിന്യൂ ടു ബി ടോട്ട് ആസ് എ സബ്ജക്ട് ബിയോണ്ട് ഗ്രേഡ് 8. 8ാം ക്ലാസ്സിന് ശേഷവും ഈ പറയുന്ന മദർ ടങ് ലാംഗ്വേജ് സ്കൂളുകളിൽ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിസർവ് ദ കൾച്ചർ അല്ലെങ്കിൽ ടു പ്രിസർവ് ദ ലാംഗ്വേജ്. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു റെക്കമെൻഡേഷൻ വരുന്നത്. അതിനടുത്തത് 3 ലാംഗ്വേജ് ഫോർമുല. അതൊരു സ്ട്രിക്റ്റ് ഇംപ്ലിമെന്റേഷൻ അല്ല. ദർ ആർ ലൈക്ക് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ ഇൻക്ലൂസിവിറ്റി. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻക്ലൂസിവിറ്റിയാണ്. എല്ലാവരെയും നമ്മുടെ ഭരണത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ഭരണത്തിന്റെ ബെനിഫിറ്റ് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പൊ നമുക്ക് ഈ ഒരു ഡൈവേഴ്സിറ്റി ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജിന്റെ ഇന്റർമിക്സിങ് നടക്കണം. ഓക്കെ, അങ്ങനെ ഒരു ഇൻക്ലൂസീവ് സ്വഭാവം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ 3 ലാംഗ്വേജ് ഫോർമുല ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, നോ ഇമ്പോസിഷൻ ഓഫ് എനി ലാംഗ്വേജ് ഓൺ എനി സ്റ്റേറ്റ്. ഓക്കെ, ഒരു സ്റ്റേറ്റിലും നിർബന്ധപൂർവ്വം എന്ത് ചെയ്യുന്നില്ല, ഒരു ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. അടുത്തത്, ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഹിന്ദി, ഇംഗ്ലീഷ്. സോ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സിന് ഹിന്ദി, ഇംഗ്ലീഷ് ഇങ്ങനെ 2 ലാംഗ്വേജ് എടുക്കാം. അതുകൂടാതെ ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജും കൂടെ അവർ പ്രൊമോട്ട് ചെയ്യണം. പ്രിഫറബിളി സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്, അതൊരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആയിരിക്കുകയും വേണം. അതിനടുത്തത്, നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്, റീജിയണൽ ലാംഗ്വേജ് ലൈക്ക്, അതായത് ഏതാണ് ഇപ്പൊ മലയാളം, ലൈക്ക് നമ്മുടെ കേരളത്തിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ കേരളം ഒരു നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് ആണ്. അപ്പം നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളവും അതിന്റെ കൂടെ ഇംഗ്ലീഷും പിന്നെ ഹിന്ദിയും നമുക്ക് പഠിപ്പിക്കാം. ഓർ എനി അതർ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി തന്നെ പഠിപ്പിക്കണമെന്നില്ല, തമിഴും പഠിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഹിന്ദി എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു ഇമ്പോസിഷൻ വരുന്നില്ല, എനി ലാംഗ്വേജ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുവഴി ഒരു കൾച്ചറൽ ഇന്റർമിക്സിംഗ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രപ്പോസൽസ് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിൽ എന്ത് ചെയ്യാം, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. അടുത്തത്, ഇറ്റ് ആൾസോ പ്രൊമോട്ട് സംസ്കൃത് ആൻഡ് അതർ ക്ലാസിക്കൽ ലാംഗ്വേജസ്. ഓക്കെ, ലൈക്ക് തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഒഡിയ, പാലി, പേർഷ്യൻ, പ്രാകൃത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ ലാംഗ്വേജസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഫോറിൻ ലാംഗ്വേജസിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് കൊറിയൻ, ജപ്പാൻ, തായ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ, ഇതുപോലെയുള്ള ഫോറിൻ ലാംഗ്വേജസിനെയും സെക്കൻഡറി ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് എംഫസൈസസ് ഓൺ ദി ബൈലിംഗ്വൽ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ ടങ് പ്ലസ് ഇംഗ്ലീഷ് തന്നെയാണ് ഫ്രം ദ ഫൗണ്ടേഷണൽ സ്റ്റേജ്. ബട്ട് ഒരു ഹയർ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മൾട്ടി ലിംഗ്വലിസത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതായത് ഹരിയാന അംഗൻവാടി എഡ്യൂക്കേറ്റേഴ്സ് യൂസ് ബൈലിംഗ്വൽ ടെക്സ്റ്റ് ബുക്ക് ഫോർ ഏർലി എഡ്യൂക്കേഷൻ. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരെ പഠിപ്പിക്കുന്നത് ലൈക്ക് ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ 2 ലാംഗ്വേജുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ചെറുപ്പം മുതൽ തന്നെ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ AISESന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. ദർ ഇസ് എ ഡിക്ലൈൻ ഇൻ മദർ ടങ് ആസ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതായത് 86.62% schools use mother tongue as the primary stage or at the primary stage, down from 92%. അപ്പൊ ഈ ഒരു ഡിക്ലൈൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതൊരു ടോട്ടൽ ഡിക്ലൈൻ ആണ്. ഇനി റൂറൽ അർബൻ ഡിവൈഡും കൂടെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം അർബൻ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഗ്രോൺ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണലി ലിറ്ററസി വൈസ് ഒക്കെ ആയിട്ട് ദേ ഹാവ് ഹയർ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രൈവറ്റ് സ്കൂൾസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യൂസ് ഓഫ് മദർ ടങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് വെൻ ഇറ്റ് കംസ് ടു ദി അർബൻ ഏരിയ. അർബൻ ഏരിയയിലെ മദർ ടങ്ങിന്റെ യൂസ് വീണ്ടും കുറവാണ്. റൂറൽ ഏരിയയിൽ 87% ഉണ്ടാകുന്ന സമയത്ത് അർബൻ ഏരിയയിൽ 80% മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഡിഫറൻസും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ പറയുന്ന പോളിസി അല്ലെങ്കിൽ ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഷോർട്ടേജ് ഓഫ് ദി ലാംഗ്വേജ് ടീച്ചേഴ്സ്. ലാംഗ്വേജ് ടീച്ചേഴ്സിന്റെ ഷോർട്ടേജ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്തത് ലാക്ക് ഓഫ് സ്റ്റഡി മെറ്റീരിയൽ. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കില്ല. നമ്മൾ മലയാളത്തിന്റെ കേസിന് എടുക്കുന്ന സമയത്ത് നമുക്ക് ടെക്നിക്കൽ അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മലയാളത്തിൽ പഠിപ്പിക്കാൻ ഡിഫിക്കൽട്ടിയാണ്. ഓക്കെ, പല ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള വാക്കുകൾക്ക് നമുക്ക് പ്രോപ്പർ മലയാളം പോലും ഇല്ല.
അപ്പം മലയാളത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മദർ ടങ്ങില് അവരെ ബേസിക് കൺസെപ്റ്റുകൾ സയൻസ് ഒക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട്. അതിനടുത്തത് റെസിസ്റ്റൻസ് ഫ്രം സം സ്റ്റേറ്റ്. ഓൾറെഡി തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ദെൻ ഹിമാചൽ പ്രദേശ് ഫേസസ് ഡിഫിക്കൽട്ടി ഇൻ ഓഫറിംഗ് തെലുഗു ആൻഡ് തമിഴ്. ഓക്കെ, സോ ഹിമാചൽ പ്രദേശ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടി അറിയിച്ചിട്ടുണ്ട്. അതായത് തെലുഗു ആൻഡ് തമിഴ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഡെഫിനറ്റ്ലി അവർക്ക് ടീച്ചേഴ്സിന് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അവരെന്ത് ചെയ്യണം, ഇത്തരം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. പ്രിലിംസ് ഫോക്കസിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതിന്റെ മേജർ റെക്കമെൻഡേഷൻസ് കാര്യങ്ങൾ നോക്കണം. ദെൻ 3 ലാംഗ്വേജ് ഫോർമുല, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാംഗ്വേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, എസ്പെഷ്യലി ലൈക്ക് ആർട്ടിക്കിൾ 350 പോലുള്ള ആർട്ടിക്കിൾസ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോർ പ്രൊട്ടക്ടിങ് ദി ലാംഗ്വേജ്. ഓക്കെ, സോ ഇത് ഏതൊക്കെയാണ് എന്നുള്ള രൂപത്തിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കേണ്ടതാണ്. ദെൻ സംസ്കൃത് ആൻഡ് അതർ ക്ലാസിക്കൽ ലാംഗ്വേജസ്, ഏതൊക്കെ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് ഉള്ളത് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ട് ഒരു ലാംഗ്വേജിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ദെൻ ഫോറിൻ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ സെക്കൻഡറി ലെവൽ. ഓക്കെ, സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ NCERT ഡിജിറ്റൽ ബുക്സ് അവൈലബിൾ ഇൻ 104 റീജിയണൽ ലാംഗ്വേജ് ആൻഡ് ഡയലക്ട്. അപ്പം ഇതിന്റെ ഒരു സജഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. സോ ഹൗ വി ആർ ട്രൈങ് ടു പ്രൊമോട്ട് ദ റീജിയണൽ ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് ഇസ് നൗ അവൈലബിൾ ഇൻ 104 റീജിയണൽ ലാംഗ്വേജ്. ഓക്കെ, നമ്മുടെ 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജ് പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് 82 അതർ ലാംഗ്വേജിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഡിഫിക്കൽട്ടി നമുക്ക് ഇതിലൂടെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് സാധിക്കും. അടുത്തത് വാട്ട് ആർ ദ കോഗ്നിറ്റീവ് ബെനിഫിറ്റ്സ് ഓഫ് ദി മദർ ടങ് എഡ്യൂക്കേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ ഒരു ചിന്ത പോകേണ്ടതാണ്. ആ രൂപത്തിലുള്ള പോയിന്റ്സ് കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുക, ചോദ്യം ചോദിക്കാൻ ഹൈ ചാൻസ് ഉണ്ട്. ദെൻ വാട്ട് ആർ ദ ചാലഞ്ചസ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടീച്ചേഴ്സിന്റെ ഷോർട്ടേജ് വരുന്നുണ്ട്, മെറ്റീരിയൽ അൺഅവൈലബിൾ ആണ്, റെസിസ്റ്റൻസ് ഉണ്ട് ചില സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇമ്പാക്ട് ഓൺ ദ മൾട്ടി ലിംഗ്വലിസം. നമ്മുടെ ഈ ഒരു മൾട്ടി ലിംഗ്വൽ കൾച്ചർ, ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ് എൻകറേജസ് ദിസ് മൾട്ടി ലിംഗ്വൽ ലേണിംഗ്, എൻഹാൻസിങ് കൾച്ചറൽ ഇന്റഗ്രേഷൻ ആൻഡ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ടു ദി സ്റ്റുഡൻസ്. ഓക്കെ, സോ ഇതിന്റെ ബെനിഫിറ്റ്സ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് ആണ് കൾച്ചറൽ ഇന്റഗ്രേഷൻ ആൻഡ് ദി കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കൾച്ചറൽ ഇന്റഗ്രേഷൻ ആൻഡ് ദി കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി. ദെൻ റൂറൽ അർബൻ ഡിവൈഡ്. So rural areas retain higher use of the mother tongue, whereas the urban schools shows a decline. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന റൂറൽ അർബൻ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് 80% സ്കൂളുകളിൽ മാത്രമാണ് മദർ ടങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡാറ്റ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദെൻ റോൾ ഓഫ് ദി ടെക്നോളജി ഇൻ ലാംഗ്വേജ് ലേണിംഗ്. അതായത് AI ബേസ്ഡ് ട്രാൻസ്ലേഷൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് in the education. Okay, so the AI based apps can bridge the gap in the language when it comes to the education and communication. Then what are the different government initiatives in addition on and the additional points? Okay, so ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു NCERT ഡിജിറ്റൽ ബുക്സ് ഈ പറയുന്ന 22+82 എന്ന് വെച്ച് കഴിഞ്ഞാൽ 104 റീജിയണൽ ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. ദെൻ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, അത് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ സമഗ്ര ശിക്ഷ അഭിയാൻ വരുന്നുണ്ട്, മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ഭാഷാ സംഘം ഇനീഷ്യേറ്റീവ്. നമുക്കറിയാം തമിഴ് സംഘം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഭാഷാ സംഘം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട് ടു ലേൺ ആൻഡ് അപ്രീഷിയേറ്റ് മൾട്ടി ലാംഗ്വേജസ് ഓർ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. ദെൻ ഈ പാഠശാല ഇനീഷ്യേറ്റീവ് വരുന്നുണ്ട് ടു പ്രൊമോട്ട് ദ ഡിജിറ്റൽ കണ്ടന്റ് ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് പല സമയത്തായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേ ഫോർവേഡിലെ കൺക്ലൂഷനിലൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് മെയിൻസ് ആൻസറിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്തത് കൺക്ലൂഷൻ. സ്ട്രെങ്തനിങ് ടീച്ചർ ട്രെയിനിങ്, റിക്രൂട്ട് ആൻഡ് ട്രെയിൻ ലാംഗ്വേജ് ടീച്ചേഴ്സ് എസ്പെഷ്യലി ലെസ് കോമൺ ലാംഗ്വേജ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ടീച്ചേഴ്സ് ഷോർട്ടേജ് ആണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു സ്ട്രെങ്തൻ ടീച്ചർ ട്രെയിനിങ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോമൺ ആയിട്ടുള്ള ലാംഗ്വേജില് മോർ അവൈലബിലിറ്റി ഓഫ് ദി ടീച്ചേഴ്സ് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യാം, പരിഹരിക്കാം. ദെൻ എൻഹാൻസിങ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞു വെർണാക്കുലർ ലാംഗ്വേജിലെ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള
റെഫറൻസ് മെറ്റീരിയൽസ്, ബുക്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, കണ്ടന്റ് ഇതൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി അഡ്രസ് ചെയ്യണം. ദെൻ വി ക്യാൻ യൂസ് ദ ടെക്നോളജി. AI ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്, അതുപോലെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എൻഹാൻസ് ചെയ്യാം, ഓർ വി ക്യാൻ അച്ചീവ് ദാറ്റ് ഡ്രീം. Then, encouraging bilingualism, promoting mother tongue along with English ensures global competence while preserving cultural identity. കാരണം നമുക്ക് ഗ്ലോബൽ കോമ്പീറ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണം. എന്നാൽ നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റി, നമ്മുടെ കൾച്ചറൽ റിസോഴ്സസ്, വെൽത്ത് ഇതൊക്കെ പ്രിസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വെർണാക്കുലർ ലാംഗ്വേജ് വേണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗ്ലോബൽ കോമ്പീറ്റൻസും കൾച്ചറൽ ഐഡന്റിറ്റിയും ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബൈലിംഗ്വൽ ലാംഗ്വേജ് ഫോർമുല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് ഇസ് സ്റ്റേറ്റ് സ്പെസിഫിക് സ്ട്രാറ്റജീസ്. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. അതായത് ഒരു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അപ്രോച്ച്, അതായത് ഒരു പോളിസി എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു നയം അല്ലെങ്കിൽ നടപടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല? സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള പോളിസി അല്ലെങ്കിൽ പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടതാണ്. ദെൻ അനന്തയുടെ 2025-26 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. April 3 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. ഓക്കെ, 2025-26 വേണ്ടിയിട്ട് ഒരു റിഗറസ് ആയിട്ട് നമ്മൾ ഏർലി സ്റ്റാർട്ട് ചെയ്യാണ്. April 3 തന്നെ നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് March 23 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കോളർഷിപ്പ് എക്സാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ സിവിൽ സർവീസിന്റെ കോച്ചിങ് ഇത്തരത്തിലുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ ഓക്കെ വളരെ കാമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രഷറിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അനന്ത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് റീഡിംഗ് റൂം ഫെസിലിറ്റി മാത്രമായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതും അനന്ത IAS നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ റീഡിംഗ് റൂം മാത്രമായിട്ട് ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് ഫുഡ്, ഓക്കെ, അക്കോമഡേഷൻ, റീഡിംഗ് റൂം, വൈഫൈ, ജേർണൽസ്, മെന്റർഷിപ്പ് സപ്പോർട്ട്, ഇങ്ങനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് ഓക്കെ അറ്റ് വൺ പോയിന്റ് നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ടുള്ള അനന്ത നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ പങ്കെടുത്തുകൊണ്ട് 100% കംപ്ലീറ്റ് ഫ്രീ സിവിൽ സർവീസ് കോച്ചിങ് നേടുന്നതിന് നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അതെന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അത്തരത്തിൽ ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സിവിൽ സർവീസ് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഡെയിലി നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടന്റ്സ്, യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, കണ്ടന്റ്സ്, ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു UPSC സർക്കിളിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് UPSC ആയിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓക്കെ.